ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഒരു ഗ്രീൻ ചില്ലി ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്നും ഒരേ രീതിയിൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ വ്യത്യസ്തമായിട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പം ഇന്നത്തെ റെസിപ്പി കാണുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ടപ്പുറത്തായിട്ടൊരു ബെല്ലൈക്കൺ കൂടി വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ചിക്കൻ കറി നമുക്ക് ചപ്പാത്തിലൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി അതിനകത്ത് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് നമുക്കൊരു അരമണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലാം അതിൽ പിടിക്കണം. ഒരു 1/2 hour മിനിമം വെക്കുക. കൂടുതൽ സമയം നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുക. തലേ ദിവസമൊക്കെ വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് കറി ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഇതൊരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കാണെങ്കിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തേക്കുവാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 പച്ചമുളക് ഇതുപോലെ കീറിയെടുത്താണ്. ഇത് മൂന്നുകൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ആണ്. ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, ചെറുതായിട്ട് ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ നിരത്തി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവുന്ന സമയം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് അതിനകത്തൊന്ന് വറുത്ത് കോരേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കറി വെക്കുന്ന സമയത്തൊരു ടേസ്റ്റ് വേറെ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി മാത്രം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതലായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ഇപ്പോൾ ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണയുള്ളൂ. അതിലേക്ക് ഞാൻ ഒരു പൊട്ടറ്റോ ഇതുപോലെ ഇത്രയും വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്കിതിലേക്ക് ഇട്ടൊന്ന് ആ ഒരു മസാലയൊക്കെ അതിൽ നിന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ രീതിയിലാവുന്ന സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കാം. ഇതേ ഗ്യാസിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കണം. ഒരു 3 സവോളയാണ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ സവോളയാണെങ്കിൽ ഒരു 4 സവോള എടുത്താൽ മതി. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പം ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ഉപ്പിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതേ രീതിയിൽ വഴറ്റിയെടുത്താൽ മതി. അപ്പം ഈ ഒരു കളർ ബ്രൗൺ നിറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇനി നമുക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനിപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പം മുളക് പൊടി ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനകത്ത് മാത്രം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ കറിയിലേക്ക്, അതായത് ഈ ഉള്ളി വഴറ്റുന്ന സമയത്തൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇപ്പം ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു തക്കാളിക്ക ഇതുപോലെ തന്നെ നീളത്തിൽ കീറിയെടുത്താണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിന് പെട്ടെന്ന് ഈ തക്കാളിക്കൊക്കെ വെന്ത് വരും. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി. നന്നായിട്ടത് വെന്തങ്ങ് ഉടഞ്ഞോളൂ അതിനകത്ത്. ഇപ്പോൾ ഇത് നമുക്ക് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളിക്കൊക്കെ. അപ്പോൾ ഇതിനി നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിന് അടുത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂണിന് അടുത്ത് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായമായിട്ട് നിങ്ങൾ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതേ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം പൊടിയാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കന്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ചതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തവയ്ക്കകത്ത് അതെല്ലാം കൂടെ കഴുകിയെടുത്ത വെള്ളമാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പം വെന്ത് വരാൻ സമയമായിട്ടുണ്ട്. ഇപ്പം ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇപ്പം ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇപ്പം ഗ്രേവിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളമേ അന്നേരം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പം വെന്തിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവ് കൂടിയുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും മല്ലിയില ചേർക്കുന്നില്ല, കുറേശ്ശെ ചേർക്കുന്നുള്ളൂ എല്ലാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.